ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രോസ്റ്റഡ് ഫാൻറ്റസി. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇൻട്രോയൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് 2 കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ ഇയറിൻ്റെ അതേപോലെ തന്നെ ക്രിസ്മസിനൊക്കെ അങ്ങനെ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പം 1 ബൈ 1 ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് 2 കേക്കിൻ്റെ ഓർഡറായിരുന്നു. ഒന്ന് നമുക്ക് ന്യൂ ഇയർ കേക്ക് തന്നെയായിരുന്നു, പിന്നെ ഒന്ന് നമ്മളുടെ ഒരു ബർത്ത്ഡേ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഒരു ദീപാവലി ഓഫറിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു ദീപാവലി ഓഫറിൽ നമ്മളെ കൂടിയൊരു കസ്റ്റമറായിരുന്നേ. അപ്പം അവരുടെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ കേക്ക് നമ്മളൊരു യൂട്യൂബർ അതേപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബറും കൂടി ആയിട്ടുള്ളൊരു ആൾ തന്ന ഓർഡറായിരുന്നേ. അവരുടെ ഹസ്ബൻഡ് തന്ന ഓർഡറായിരുന്നേ. ആൾ ഗൾഫിലായിരുന്നു. അപ്പം ബാക്കി കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ വാട്സപ്പിലായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിസൈന് അവരയച്ച് തന്നതിൽ ചെറിയ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇത് വരുന്നത് 1 kg ടോളാക്കി ചെയ്ത ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ വരുന്ന കേക്കാണ്. ആദ്യമൊരു വേവ് പോലെ നമ്മൾ സൈഡിൽ വോളിൽ കൊടുത്തു, അതേപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ടും കൊടുത്തു. പിന്നെ നമ്മൾ റോസറ്റ നോസിൽ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താഴെയും മുകളിലും വോളിൻ്റെ ഇതിലൊക്കെ ആയിട്ട് കുറച്ച് ഫ്ലവർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിൽ നമ്മൾ ലീഫ് പോലെയും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ റൈറ്റിങ്സ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതും എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്തോ ഒന്നും തെറ്റാതെ സെറ്റാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കസ്റ്റമറുടെ ലക്കാണ്. പിന്നെ ലാസ്റ്റ് ടച്ചപ്പ് പോലെ നമ്മൾ ചെറുതായിട്ട് ഷുഗർ ബോൾസിനെ കൊണ്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുകയാണ് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. അപ്പം ഞാൻ പറയാൻ വിട്ടു, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ യൂട്യൂബ് ചാനൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം പറ്റുന്നവരൊക്കെ ഒന്ന് കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കമോൺ, നമുക്ക് അടുത്ത കേക്കിൻ്റെ സ്റ്റോറി കേൾക്കാം. അപ്പോൾ ഇത് വരുന്നത് 1 kg ടോളാക്കി ചെയ്ത വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ 1/2 kg പോലെയൊക്കെ തോന്നുമെങ്കിലും പക്ഷേ ഇത് 1 kg ആണ്. കസ്റ്റമർക്ക് കുറച്ച് ഡിമാൻഡ്സൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീം കുറച്ച് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുക, അതേപോലെ തന്നെ കളേഴ്സ് യൂസ് ചെയ്യണ്ട എന്നൊക്കെയായിരുന്നു കേട്ടോ. അപ്പം നമുക്കൊരു കേക്ക് ഉണ്ടാക്കുമ്പം ഏത് ഹോം ബേക്കേഴ്സിനും അറിയാൻ പറ്റും, കേക്കൊന്ന് സ്റ്റാക്ക് ചെയ്ത് സെറ്റായിട്ട് നിൽക്കണമെങ്കിൽ അവിടെ ക്രീമില്ലാതെ നടക്കത്തില്ല. അല്ലാത്ത കേക്കുകളുണ്ട്, പക്ഷെ എന്നാൽ കൂടെ തന്നെ ക്രീമും ഷുഗർ സിറപ്പൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ ചെറുതായിട്ടായി ഒരു എന്താ പറയുക സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് സെറ്റാവാൻ വേണ്ടി മാത്രമേ ഇതിൽ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പം കുറച്ച് അധികം ക്രീമുള്ള പോലെ തോന്നുന്നുണ്ട്, പക്ഷേ സൈഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ കഴിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റാണ്, അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം ഒന്നാമതിപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീം അധികം ആവില്ല. മീൻസ് ഞാൻ എപ്പോഴും പറയാറില്ലേ ക്രീം കോട്ട് അടിക്കുക ആ ഒരു ഫീൽ തന്നെയായിരുന്നു ഇതിലും കേട്ടോ. പക്ഷേ ഹൈറ്റ് കുറവായിരുന്നു എന്നേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്കും തോന്നിയത്. അപ്പോൾ അവർ പറഞ്ഞത് ഒരു ടോപ്പർ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് ബട്ടർഫ്ലൈസും പിന്നെ 7th ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് എനിക്ക് വലിയ പിടുത്തമല്ല കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് പേരറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ന്യൂ ഇയർ കേക്ക് അവർ ഡെലിവറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ബർത്ത്ഡേ കേക്ക് അവർ വന്ന് വാങ്ങിച്ചോളാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ 1 ബൈ 1 ആയിട്ട് ബോക്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഏട്ടൻ്റെ കൂടെയായിരുന്നു ഡെലിവറിക്ക് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ 2 വീലർ ചെറുതായിട്ടൊന്ന് പണി മുടക്കി കുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നഴ്സറി ഉണ്ടായിരുന്നു, അതിലൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ റൂട്ട് വരുന്നത് ചീക്കിലോടേക്കുള്ള റൂട്ടാണ് കേട്ടോ. അവിടെ നമുക്ക് ബാലുശ്ശേരിക്കും പോവാം, ചീക്കിലോടേക്കും പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ പുൽത്താഴെന്നാണ് കേട്ടോ സ്റ്റോപ്പിൻ്റെ പേര് വരുന്നത്. അവിടുന്ന് ബാക്കിലേക്കായിരുന്നു നമുക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സ്പോട്ടാണ് പുൽത്താഴെന്ന് പറയുന്ന സ്റ്റോപ്പ് വരുന്നത് കേട്ടോ. ഇവിടുന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ ബാലുശ്ശേരിയിലേക്കാണ് എത്തുക. ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചീക്കിലോടേക്കാണ് എത്തുക.
അങ്ങനെ നമ്മൾ നമ്മളെ സ്പോട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നൈസൊരു വൈബ് പ്ലേസ് തന്നെയാണ്. ആ സ്പോട്ട് നമുക്ക് ഫെമിലിയർ ആയിരുന്നേ, പക്ഷേ അവരെ വീട് കറക്റ്റ് വരുന്നത് എവിടെയാണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അത് നമ്മളവിടെ എത്തി, ജസ്റ്റ് കൊടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബാക്ക് വീട്ടിലെത്തി. പിന്നെ ബർത്ത്ഡേ കേക്ക് അവർ വന്ന് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും അവർ കൊണ്ടുപോയി. അപ്പോൾ ഇന്നത്തെ ഡേ വരുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു. ഇനി അടുത്ത വീഡിയോ 2 എണ്ണം പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ തന്നെ ഇടുന്നതായിരിക്കും. കാണാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ഡേ കാണാം കേട്ടോ. See you.